രചന അരുൺ എസ് ഡാനി. ഋതുനന്ദനം. പാർട്ട് 11. ഓഫീസിൽ നിന്നും അഭിരാമിയും കൂട്ടിയിറങ്ങിയ ദേവദത്തന്റെ യാത്ര അവസാനിച്ചത് വൈറ്റിലയിലെ പ്രശസ്തമായ ഒരു 3 സ്റ്റാർ ഹോട്ടലിന്റെ റെസ്റ്റോറൻറ്റിലായിരുന്നു. ഒതുങ്ങിയ ഭാഗത്തെ ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവുമായി അവരിരുവരും ഇരുന്നു. ദേവദത്തൻ എന്തിനായിരിക്കും ഇവിടേക്ക് തന്നെയും കൂട്ടി വന്നതെന്ന് ചിന്തിച്ച അഭിരാമിയുടെ മുഖത്തൊരു പരിഭ്രമം നിറഞ്ഞു നിന്നു. അവളുടെ മുഖത്തെ പരിഭ്രമം ആസ്വദിച്ചുകൊണ്ടിരുന്ന ദേവദത്തന്റെ ചിന്തകൾ 25 വർഷങ്ങളോളം പിറകിലേക്ക് പോയി. അന്ന് ധാവണി ഉടുത്ത് തൻ്റെ മുൻപിൽ ഇതുപോലെ മുഖത്ത് നിറഞ്ഞ പരിഭവവുമായി ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന വെള്ളാരംകൽ മുക്കുത്തി അടിഞ്ഞൊരു സുന്ദരിയുടെ മുഖമായിരുന്നു അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അല്പനേരം അവർക്കിടയിൽ മൗനം നിറഞ്ഞു നിന്നു. എടോ അഭിരാമി, തൻ്റെ ഒരു ചോദ്യം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ദേവദത്തൻ മൗനം ഭേദിച്ചുകൊണ്ടൊരു പുഞ്ചിരിയോട് പറഞ്ഞു. ഏത് ചോദ്യമാണ് സർ? അഭിരാമി അല്പം ആകാംക്ഷയോട് ചോദിച്ചു. നല്ലൊരു പ്രണയിതാവിനെ നല്ല പ്രണയകഥകൾ എഴുതാൻ സാധിക്കുമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചില്ലേ താൻ? അതിൽ താൻ ഞാനൊരു നല്ല പ്രണയിതാവാണോ എന്ന് പരോക്ഷമായി ചോദിക്കുകയല്ലേ ചെയ്തത്? ആ രീതി എനിക്കിഷ്ടപ്പെട്ടു. ദേവദത്തൻ അത് പറഞ്ഞപ്പോൾ അയാളുടെ ചിരി കുറച്ച് ഉച്ചത്തിലായി. ഞാൻ സാറിനെക്കുറിച്ച് ഉദ്ദേശിച്ചത് ശരിയല്ലേ? സാറ് നല്ലൊരു പ്രണയിതാവല്ലെങ്കിൽ സാറിൻ്റെ പ്രണയകഥകൾക്ക് ഇത്രയും ജീവൻ ഉണ്ടാകില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അഭിരാമി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. കൊള്ളാം. ചുരുക്കി പറഞ്ഞാൽ താൻ എൻ്റെ ഉള്ളിൽ ഒരു പഞ്ചാര കാമുകനുണ്ടെന്നാണ് ചോദിച്ചത്. ദേവദത്തൻ ചിരിച്ചുകൊണ്ട് തന്നെ അഭിരാമിയോട് പറഞ്ഞു. എങ്ങനെ ചിന്തിക്കണമെന്നത് സാറിൻ്റെ ഇഷ്ടം. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. സാറിൻ്റെ ഉള്ളിൽ നല്ലൊരു പ്രണയിതാവുണ്ട്. ഇപ്പോഴാവണമെന്നില്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലും സാറ് നല്ലൊരു പ്രണയിതാവായിരുന്നിരിക്കണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കുസൃതി നിറഞ്ഞൊരു ചിരിയോടെ അഭിരാമി ചോദിച്ചു. അഭിരാമി, തൻ്റെ ചിന്ത, തൻ്റെ ശരികൾ, അതെല്ലാം തൻ്റെ സ്വാതന്ത്ര്യം. തനിക്ക് എന്നെക്കുറിച്ച് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ. അഭിരാമിക്ക് മറുപടി കൊടുത്തുകൊണ്ട് ദേവദത്തൻ അവളെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്ത ഭക്ഷണം വന്നു. മുഖത്തണിഞ്ഞ ചെറിയൊരു പരിഭ്രമത്തോടെ അഭിരാമി കഴിക്കുന്നത് ദേവദത്തൻ ആസ്വദിച്ചു കൊണ്ടിരുന്നു. അയാളുടെ ഓർമ്മകൾ ഒരുപാട് പുറകിലേക്ക് പോയപ്പോൾ ആ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അഭിരാമി കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ദേവദത്തൻ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. സാർ, അഭിരാമി പതിയെ ദേവദത്തനെ വിളിച്ചു. അഭിരാമിയുടെ വിളി കേട്ട ദേവദത്തൻ പെട്ടെന്ന് തൻ്റെ ചിന്തകളിൽ നിന്നും ഉണർന്നു. സാർ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു, അഭിരാമി കള്ളച്ചിരിയോട് ചോദിച്ചു. അഭിരാമി, താൻ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ഓർമ്മകൾ ഒന്ന് പുറകിലേക്ക് പോയി. ദേവദത്തൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അഭിരാമി ദേവദത്തൻ്റെ നേർക്ക് നോട്ടം അയച്ചുകൊണ്ട് മൊഴിഞ്ഞു. എന്താണത്? താൻ പറഞ്ഞോളൂ. ദേവദത്തൻ അനുവാദം നൽകി. സാറിനെ ഇങ്ങനെ അഭിരാമി എന്ന് നീട്ടി വിളിക്കണ്ട. സാറിനെ എല്ലാവരും വിളിക്കുന്ന പോലെ അഭിന്ന് വിളിച്ചാൽ മതി. അഭിരാമി മറുപടി പറഞ്ഞു. ദേവദത്തൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ശരിയെന്ന് തലയാട്ടി. ശരി, വേറെന്തെങ്കിലും ഡിമാൻഡുണ്ടോ അഭിമോൾക്ക്? ദേവദത്തിനൊരു കുസൃതി ചിരിയോട് ചോദിച്ചു. തൽക്കാലം വേറൊന്നുമില്ല. പിന്നെ സാറിപ്പോൾ ഞാൻ കഴിച്ചതിൻ്റെ പകുതി പോലും കഴിച്ചിട്ടില്ല. സാറ് വളരെ പതുക്കെയാണല്ലോ കഴിക്കുന്നത്. അഭിരാമി തൻ്റെ മറുപടിയുടെ അവസാനം ഒരു ചോദ്യമാക്കി. അഭി, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ആസ്വദിച്ച് ചെയ്യണം. അത് ഭക്ഷണം കഴിക്കുന്നതാവട്ടെ, വേറെന്തുമായിക്കൊള്ളട്ടെ. അതിങ്ങനെ മനസ്സുകൊണ്ട് നന്നായി ആസ്വദിച്ച് അങ്ങനെ പതിയെ കഴിക്കണം. ദേവദത്തിനൊരു പുഞ്ചിരിയോട് മറുപടി നൽകിക്കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നു. ഒരു കലാകാരനോട് ഇക്കാര്യം ഞാൻ ചോദിച്ചതേ തെറ്റ്. കലാകാരന്മാർ എല്ലാ കാര്യവും കാവ്യാത്മകമായി നടത്തുമെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. എൻ്റെ പിഴ. അഭിരാമി ക്ഷമാപണം പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവദത്തൻ അത് കേട്ടൊന്ന് പൊട്ടിച്ചിരിച്ചു. വേറെ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് അവർ കുറച്ചു നേരം കൂടി അവിടെ ചിലവിട്ടു. എല്ലാം കഴിഞ്ഞ് വൈകാതെ അവരിറങ്ങി. സാറിൻ്റെ ഋതുനന്ദനത്തിലെ നായകനായ ചാരുദത്തൻ്റെ ഒരു ചിന്തയോട് എനിക്കങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല. ഹോട്ടലിൽ നിന്ന് മടങ്ങുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ദേവദത്തനോട് അഭിരാമി മൊഴിഞ്ഞു. അഭി, തനിക്കെൻ്റെ നായകൻ്റെ ഏത് ചിന്തയോടാണ് യോജിക്കാൻ കഴിയാത്തത്? ദേവദത്തൻ ഒരു സംശയത്തോട് ചോദിച്ചു. അതിൽ ചാരുദത്തൻ ഒരു കാര്യത്തിലും ശ്രീലക്ഷ്മിയെ കുറ്റം പറയാൻ തയ്യാറാകുന്നില്ല. ശ്രീലക്ഷ്മിക്ക് മാത്രമായി തെറ്റുകളില്ല. ശ്രീലക്ഷ്മിയുടെ തെറ്റുകളും ശരികളും തൻ്റേത് കൂടിയാണെന്ന് സ്ഥാപിക്കുകയാണ് ചാരുദത്തൻ. അഭിരാമി ഒന്ന് പറഞ്ഞു നിർത്തി. അതിനെന്താണെന്ന അർത്ഥത്തിൽ ദേവദത്തൻ തൻ്റെ കണ്ണുകളാൽ ആംഗ്യം കാണിച്ചു. സർ, അതെങ്ങനെ ശരിയാകും? ഒരാളുടെ തെറ്റ് ആ വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമല്ലേ? അതെങ്ങനെ മറ്റൊരാളുടെ കൂടെയായി മാറും?
ഇത് ഞാൻ അഭിമുഖത്തിൽ ചോദിച്ചാലോ എന്ന് കരുതിയതാണ്. പക്ഷെ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അഭിരാമി തൻ്റെ നിഗമനങ്ങൾ ദേവദത്തിന് മുൻപിൽ ഒരു സംശയമായി നിരത്തി. കൊള്ളാമല്ലോ അഭി, താൻ ആ കഥ ഇത്രയ്ക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വായിക്കുമെന്ന് വിചാരിച്ചില്ല. ദേവദത്തിന് ഒരു ചെറുചിരിയോടെ അഭിരാമിയോട് പറഞ്ഞു. സാർ ഇപ്പോഴും എനിക്ക് മറുപടി തന്നില്ല. ഒന്നും അടിച്ചുകൊണ്ട് അഭിരാമി പതിയെ ദേവദത്തിനോട് പറഞ്ഞു. തനിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ അഭി? ദേവദത്തിൻ്റെ മറുപടി ഒരു ചോദ്യമായി അഭിരാമിയുടെ നേർക്ക് വന്നത് പൊടുന്നനെയായിരുന്നു. ദേവദത്തിൻ്റെ ചോദ്യത്തിൽ അവൾ ഒന്ന് പകച്ചു. ഇല്ല സാർ, എനിക്കാരോടും അങ്ങനെയൊരു വികാരം തോന്നിയിട്ടില്ല. അല്ലെങ്കിലും എൻ്റെ ചോദ്യവും ഞാൻ പ്രണയിച്ചോ ഇല്ലയോ എന്നുള്ളതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ആദ്യത്തെ പകപ്പിൽ നിന്നുമൊന്ന് മുക്തയായപ്പോൾ അഭിരാമി ദേവദത്തിനോട് ചോദിച്ചു. അഭി, താൻ ആ കഥ മുഴുവനുമായി വായിച്ചല്ലോ അല്ലേ? വായിച്ചപ്പോൾ എല്ലാം ഉൾക്കൊണ്ട് തന്നെയാണോ വായിച്ചത്? ദേവദത്തിന് ഒരു ചെറുചിരിയോടുകൂടി അഭിരാമിയോട് ചോദിച്ചു. അഭിരാമി മറുപടിയായി അതേന്ന് തലയാട്ടി. പക്ഷെ എന്നിട്ടും ചാരുദത്തിന് ശ്രീലക്ഷ്മിയോടുള്ള പ്രണയത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നതിൽ താൻ പരാജയപ്പെട്ടല്ലോ അഭി. ആ കഥയിൽ അവൻ്റെ ഓരോ ഹൃദയത്തുടുപ്പുകളും ശ്രീലക്ഷ്മിയാണ്, അവൻ്റെ നല്ല പാതി. അതായത് അവനെ സംബന്ധിച്ച് ശ്രീലക്ഷ്മി മറ്റൊരു വ്യക്തിയല്ല, മറിച്ച് അവൻ്റെ പാതിയായ ശ്രീലക്ഷ്മി അവൻ തന്നെയാണ്. അതിനാൽ ശ്രീലക്ഷ്മിയുടെ തെറ്റും ശരികളും അവൻ്റേത് കൂടിയാണെന്ന് അവൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം പറയുമ്പോൾ ദേവദത്തിൻ്റെ മിഴികളിൽ ആരോടോ ഉള്ളൊരു അഗാധ പ്രണയത്തിൻ്റെ അർണവ വീജികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അഭിരാമി എല്ലാം ഒരു അത്ഭുതത്തോടെ ശ്രവിച്ചുകൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ അവൾ അപ്പോൾ തനിക്ക് തോന്നിയ ചില സംശയങ്ങളെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയം അനുഭവിച്ചവർക്ക് ചാരുദത്തൻ്റെ ചിന്തകളുടെ അർത്ഥം മനസ്സിലാവും. ദേവദത്തൻ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ എന്തു പറയാനാണോ അഭി, ചാരുദത്തൻ്റെ പ്രണയത്തിൻ്റെ ആഴം ശ്രീലക്ഷ്മിക്ക് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് ഖേദകരം. അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ദേവദത്തൻ്റെ ശബ്ദമൊന്ന് ഇടറിയ പോലെ തോന്നി അഭിരാമിക്ക്. അഭിരാമി ദേവദത്തൻ്റെ ആ മാറ്റത്തിൽ ഒന്ന് പകച്ചിരുന്നു. പിന്നീടുള്ള നിമിഷങ്ങളിൽ അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. വണ്ടി ഓടിക്കുന്ന ദേവദത്തൻ പഴയ ചില ഓർമ്മകളിലാണെന്ന് അഭിരാമി ഊഹിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അഭിരാമിയുടെ ഹോസ്റ്റൽ എത്താറായിരുന്നു. അഭിരാമിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപേ തന്നെ ദേവദത്തൻ തൻ്റെ വണ്ടി അഭിരാമിയുടെ ഹോസ്റ്റലിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചിരുന്നു. ഹോസ്റ്റൽ എത്തിയപ്പോൾ അഭിരാമി ഡോറ് തുറന്നിറങ്ങിയപ്പോൾ അപ്പുറത്തെ ഡോറ് തുറന്ന് ദേവദത്തനും ഇറങ്ങി. അയാളുടെ മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞു വന്നെങ്കിലും അത് വെറുതെ ഒട്ടിച്ചു വെച്ചതാണെന്ന് അഭിരാമിക്ക് തോന്നി. സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? അഭിരാമി ദേവദത്തനോട് ചോദിച്ചു. താൻ ചോദിക്കഭി, ദേവദത്തൻ മറുപടി നൽകി. സർ, ഋതുനന്ദനം യഥാർത്ഥത്തിൽ സാറിൻ്റെ ജീവിതകഥയല്ലേ? അതിലെ ചാരുദത്തൻ സാറ് തന്നെയല്ലേ? ദേവദത്തിൻ്റെ പ്രതികരണം എന്താകുമെന്ന ഭയമായി ഉണ്ടായിരുന്നുവെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അഭിരാമി ചോദിച്ചു. ആ ചോദ്യം കേട്ട നിമിഷം ദേവദത്തിൻ്റെ മുഖത്ത് പല ഭാവങ്ങളും മിന്നി മറഞ്ഞു. ആ ഭാവമാറ്റത്തെ അഭിരാമി ഒന്ന് ഭയന്നു. അത് ചോദിക്കേണ്ടിയിരുന്നില്ലെന്നവൾ ഒരു വേള നനച്ചുപോയി. അല്പനേരത്തെ മൂകതയ്ക്കപ്പുറം ദേവദത്തനിൽ നിന്നും ഒരു മറുപടി വന്നു. അതെ, ദേവദത്തൻ്റെ കഥയാവും അതെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പെട്ടെന്നുള്ള ദേവദത്തൻ്റെ മറുപടിയിൽ അഭിരാമി ഒന്ന് അമ്പരന്നു. സാർ, അപ്പോൾ കഥയിലെ ലച്ചു? അഭിരാമി എന്തും വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. എൻ്റെ പ്രാണൻ. ആ മറുപടി അഭിരാമിക്ക് കൊടുക്കുമ്പോൾ ദേവദത്തൻ്റെ ശബ്ദമിടറിയിരുന്നു. പൊടുന്നനെ ദേവദത്തൻ കാറിലേക്ക് കയറിയത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും നീങ്ങി. ദേവദത്തൻ്റെ വണ്ടി അകലങ്ങളിലേക്ക് നീങ്ങുന്നതും നോക്കിയൊരു പകപ്പോടെ അഭിരാമി അവിടെ തന്നെ നിന്നുപോയി അല്പനേരം. അഭിരാമിയെ ഹോസ്റ്റലിൽ ഇറക്കിയതിന് ശേഷം ദേവദത്തൻ്റെ കാർ കുതിക്കുകയായിരുന്നു തൻ്റെ വീട്ടുമുറ്റത്തേക്ക്. അവിടേക്ക് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ദേവദത്തൻ്റെ മനസ്സ് മുഴുവൻ തൻ്റെ ഭൂതകാലത്തെ കൊണ്ട് നിറഞ്ഞു. അയാളുടെ മനസ്സിൽ അഭിരാമിയോട് താൻ പറഞ്ഞതായിരുന്നു ഇപ്പോൾ. വായനക്കാരിൽ പലരും തന്നോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ താൻ അതിനൊക്കെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല അത് തൻ്റെ യഥാർത്ഥ കഥയാണെന്ന്. പക്ഷെ ആ കുട്ടിയുടെ മുൻപിൽ തനിക്ക് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല ഒന്നും. എന്തുകൊണ്ടായിരിക്കും താൻ ആ കുട്ടിയോട് അങ്ങനെ പറഞ്ഞത്? അഭിമുഖത്തിൽ വേണമെങ്കിൽ ആ കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കാമായിരുന്നു. പക്ഷെ അവളത് ചെയ്തില്ല. അവൾക്ക് എങ്ങനെയാണ് ഉറപ്പ് തോന്നിയത് അത് തൻ്റെ കഥയാണെന്ന്? ചിന്തകൾക്കൊടുവിൽ താൻ തൻ്റെ വീട്ടുമുറ്റത്തെത്തിയിരിക്കുന്നത് ദേവദത്തൻ അറിഞ്ഞു. വണ്ടി ഓഫ് ചെയ്ത് ദേവദത്തൻ സീറ്റിലോട്ട് തലയും ചായച്ചുകൊണ്ട് ഒന്ന് പിന്നോട്ടാഞ്ഞു. ഒരു ചിലങ്കയുടെ അലയൊലികൾ തൻ്റെ ശ്രവണപുടങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു.
ചിലങ്കകൾ മുഴക്കുന്ന കോകിലനാദങ്ങളുടെ അകമ്പടിയിൽ തൻ്റെ പാദജല കുസുമങ്ങളാൽ ചുവടുകൾ വച്ചുകൊണ്ട് പാണീരൂഹങ്ങളാൽ മുദ്രകൾ ചാർത്തിയ അംഗോപാംഗ വിക്ഷോഭങ്ങളുമായി സലില ജനനയനങ്ങൾ ഉയരുന്ന ഭാവത്തോടെ മാതളയല്ലിയ അധരങ്ങളിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ പശ്മളങ്ങൾ ഇളക്കിക്കൊണ്ട് നടനമാടുന്ന തൻ്റെ അകതാരിൽ ഭിത്തിയിലൊരു ചുവർചിത്രമായി പതിഞ്ഞുപോയ ആ നർത്തകിയുടെ രൂപസൗകുമാര്യം ഒരു വേളയിൽ അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ആ ചിന്തകൾ ഒരു വേദനയായി ദേവദത്തൻ്റെ മനസ്സിൽ നിറഞ്ഞപ്പോൾ മിഴികളിൽ നിന്നും അശ്രുമ കണങ്ങൾ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു. ലച്ചു. അയാളുടെ മനസ്സിലൊരു തേങ്ങൽ നിറഞ്ഞു. അല്പസമയം കണ്ണീർ വാർത്തിരുന്ന ദേവദത്തൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സീറ്റ് ബെൽറ്റ് അഴിച്ച് ഡാഷ്ബോർഡ് തുറക്കാൻ തൻ്റെ കൈ നീട്ടി. ഡാഷ്ബോർഡ് തുറന്ന് അതിനുള്ളിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും കയ്യിലെടുത്ത് കാറിന് പുറത്തിറങ്ങി പതിയെ പൂമുഖപ്പൊടിയിലിരുന്നു. സിഗരറ്റ് ഒരെണ്ണമെടുത്ത് കത്തിച്ചുകൊണ്ട് പുകയൂതി വിടാൻ തുടങ്ങി. ഒന്നിനു പുറകെ ഒന്ന് അയാൾ കത്തിച്ച് വലിച്ചുകൊണ്ടിരുന്നു. ദേവദത്തൻ്റെ വണ്ടി വന്ന ശബ്ദം കേട്ട് സമയം ഒരുപാട് കഴിഞ്ഞിട്ടും ദേവദത്തനെ കാണാത്തതിൽ സംശയം പൂണ്ട രാമേട്ടൻ വാതിൽ തുറന്ന് പൂമുഖത്തേക്ക് വരുമ്പോൾ സിഗരറ്റും വലിച്ചിരുന്ന ദേവദത്തനെയാണ് കണ്ടത്. സിഗരറ്റ് വലിച്ചിരിക്കുന്ന ദേവദത്തനെ കണ്ട രാമേട്ടൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ദേവദത്തൻ സിഗരറ്റ് വലിക്കുന്നത് എപ്പോഴാണെന്ന് രാമേട്ടന് നന്നായി അറിയാം. രാമേട്ടൻ ദ്രുതഗതിയിൽ ദേവദത്തനരികിലേക്ക് പാഞ്ഞു. ദേവൻ കുഞ്ഞെ, എന്താണിത്? ഇങ്ങനെ വലിച്ചു കൂട്ടാൻ മാത്രം എന്തുണ്ടായി? അഭിമുഖം ഞാനും കണ്ടിരുന്നു. അതിൽ ദേവൻ കുഞ്ഞിനോട് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് കണ്ടില്ലല്ലോ. പിന്നെന്തിനാ എൻ്റെ കുഞ്ഞിങ്ങനെ പുകച്ചു തള്ളുന്നത്? ദേവദത്തൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റ് വാങ്ങി വലിച്ചെറിഞ്ഞുകൊണ്ട് അയാളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് രാമേട്ടൻ ചോദിച്ചു. രാമേട്ട, എൻ്റെ ലച്ചു ഇപ്പോൾ എവിടെയായിരിക്കും? എൻ്റെ ജീവൻ ഒടുങ്ങുന്നതിന് മുൻപായിട്ട് എനിക്ക് എൻ്റെ ലച്ചുവിനെയും അനുമോളെയും മീനുമോളെയും കാണാൻ പറ്റാതെ വരുമോ? എത്ര വർഷമായി അവരെവിടെയാണെന്ന് പോലും അറിയാതെ ഞാനിങ്ങനെ എൻ്റെ ജീവിതം തള്ളി നീക്കുന്നു. രാമേട്ടൻ്റെ നെഞ്ചിലേക്ക് മുഖവും പോയിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞുകൊണ്ട് ദേവദത്തൻ ചോദിച്ചു കൊണ്ടിരുന്നു. എന്തു പറഞ്ഞ് ദേവദത്തനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ രാമേട്ടനും അസ്ത്രപ്രജ്ഞനായി നിന്നുപോയിരുന്നു. തുടരും.